കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ നവീനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഗോപാലൻ പറയണേ, മോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇത് വെറൊരു നാടക വിവാഹമായിരുന്നല്ലേ നിങ്ങളുടേത്? നിനക്കിനി നവീൻ്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല. അക്കാര്യം സിതാര മാഡം ഗാഥയും നിന്നോട് പറഞ്ഞതല്ലേ. എന്നിട്ട് നീ എന്തിനാ നവീൻ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? അത് വെട്ടിത്തരമല്ലേ മോളെ? അന്നേരം കൃഷ്ണ പറയണേ, ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും നവീനെ മായ്ച്ചു കളയാനായിട്ട് പറ്റില്ല. അത്രയ്ക്ക് ആഴ്ത്തി പതിഞ്ഞു പോയി നവീൻ. അത്രയ്ക്ക് ഞാൻ നവീനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കലും എന്നെ മറ്റൊരു വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കരുത്. നിങ്ങളെല്ലാവരും കൂടി അങ്ങനെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ഞാൻ ചിന്തിച്ചു എന്ന് വരും. അല്ലാതെ എൻ്റെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗമില്ല. എൻ്റെ മനസ്സിൽ നവീൻ എൻ്റെ ഭർത്താവാണ്. നവീനെ എല്ലാ അർത്ഥത്തിലും ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും, എൻ്റെ മരണം വരെ. മറ്റൊരവകാശവും നവീൻ്റെ ജീവിതത്തിൽ എനിക്കില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ മുമ്പോട്ട് നടക്കുവാണ് കേട്ടോ. കൃഷ്ണയുടെ വാക്കുകളൊക്കെ കേട്ട് എന്ത് മറുപടി പറഞ്ഞ് കൃഷ്ണയെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് ഗോപാലൻ. പിന്നീട് കാണിക്കുന്നത് റൂമിൽ നിൽക്കുന്ന നവീനെയാണ്. നവീനാണെങ്കിൽ ഗാഥ വിടുന്നത് കാത്ത് പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള സന്തോഷത്തിൽ പ്രതീക്ഷയുടെ റൂമിൽ നിൽക്കുവാണ്. ഈ സമയം ഗാഥയാണെങ്കിൽ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഭയന്ന് നിൽക്കുവാണ്. റൂമിൻ്റെ അകത്തേക്ക് കാലെടുത്ത് വെക്കാൻ ഭയന്ന് ഗാഥ അവിടെ മടിച്ച് നിൽക്കുന്നത് നവീൻ കാണുക. എന്തു പറ്റി? എന്താടോ ഗാഥ, താണത് അവിടെ തന്നെ ഇങ്ങനെ മാറി നിൽക്കുന്നത്? എന്താ, തന്നെ ഞാൻ എതിരേൽച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണോ? അന്നേരം ഗാഥ മുമ്പോട്ട് കയറി നടന്നു വരുവാണ്. എന്നിട്ട് ഭയന്ന് റൂമിൻ്റെ അവിടെ ഇങ്ങനെ എത്തി നോക്കി നിൽക്കുവാണ് കേട്ടോ. എന്തു പറ്റി ഗാഥ, തൻ്റെ ടെൻഷനും പേടിയൊന്നും ഇതുവരെ മാറിയില്ലേ? നവീൻ, എന്തോ ഇപ്പോഴും എനിക്ക് ആ നാഗം ഇവിടെ ഇന്നലെ ഇരുന്ന ആ സ്ഥലത്ത് അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുവാണ്. എനിക്ക് പേടിയാവുന്നു നവീൻ. എടോ, അവിടെ ഒരു പാമ്പുമില്ല. ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇല്ല നവീൻ, അവിടെ ആ തലോണിൻ്റെ അടിയിൽ ആ പാമ്പുണ്ട്. തൻ്റെ സംശയം അറിയില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. വേണ്ട നവീൻ, വേണ്ട, അതിൻ്റെ അടുത്തേക്ക് പോകണ്ട നവീൻ. അന്നേരം നവീൻ ആ ബെഡിൻ്റെ അടുത്തേക്ക് ചെന്ന് തലോണി എടുത്ത് പൊക്കി കാണിക്കുക. നോക്ക്, എവിടെ പാമ്പുള്ളത്? തൻ്റെ സംശയം ഇപ്പോൾ മാറിയോ? അന്നേരം ഗാഥ പേടിച്ചുകൊണ്ട് പറയണേ, ഇല്ല നവീൻ, ആ പാമ്പ് ഇവിടെ തന്നെയുണ്ട്. അവിടെ നിന്ന് മാറി ചിലപ്പോൾ ബെഡിൻ്റെ അടിയിലോ മറ്റോ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ അതും കൂടി പൊക്കി കാണിക്കാം. വേണ്ട നവീൻ, വേണ്ട, എനിക്ക് പേടിയാ എന്നും പറഞ്ഞ് ഗാഥ ഇങ്ങനെ മുഖവും പൊത്തി നിൽക്കുവാണ്. അന്നേരം നവീൻ ആ ബെഡും പൊക്കി കാണിക്കുക. നോക്ക് ഗാഥ, താൻ കണ്ണ് തുറന്ന് നോക്ക്, ഇവിടുത്തെ ഒരു നാഗവും ഇല്ല. ഇതെല്ലാം തനിക്ക് തോന്നുന്നതാണ്. അല്ല നവീൻ, നവീൻ എന്ത് തന്നെ പറഞ്ഞാലും ശരി, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം ഗാഥയുടെ തോളത്തിങ്ങനെ പിടിച്ചിട്ട് നവീൻ പറയണേ, എടോ ഗാഥ, താനെന്തെല്ലാം മറക്ക്. തൻ്റെ മനസ്സിൽ ഭയവും ടെൻഷനൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതെല്ലാം താനൊന്ന് മാറ്റിവെക്ക്. നമ്മളൊന്നിച്ച് പ്രണയിച്ച് നടന്ന ആ നല്ല നല്ല ദിവസങ്ങൾ താൻ ഓർക്ക്. നമുക്ക് രണ്ടുപേർക്കിടയിലുള്ള ആ പ്രണയത്തിലൂടെ, ആ പ്രണയം കൊണ്ട് നമുക്ക് നമ്മുടെ പുതിയൊരു ജീവിതം തുടങ്ങാം. അതിലൂടെ തൻ്റെ മനസ്സിലെ ഭയവും പൂർവ്വം ആ പ്രണയം കൊണ്ട് തന്നെ തൻ്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ ഭയത്തെ നമുക്ക് മായ്ച്ചു കളയാം. എന്നാൽ ഗാഥക്ക് അതൊന്നും കേൾക്കാൻ പറ്റൊരു മാനസികാവസ്ഥയിലല്ല കേട്ടോ. ഗാഥ നവീൻ്റെ കൈ തട്ടി മാറ്റുമോ? വേണ്ട നവീൻ, എനിക്ക് ഒരു സമാധാനമില്ല. എൻ്റെ മനസ്സ് എൻ്റെ കൺട്രോളിലല്ല. എനിക്ക് ഒന്ന് ഒറ്റയ്ക്കിരിക്കണം. എനിക്ക് റൂമിൽ നിൽക്കാൻ തന്നെ തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞ് ഗാഥ റൂമിന് പുറത്തേക്ക് ഇറങ്ങി പോകുവാണ്. ഈ സമയം ഗാഥയുടെ പെരുമാറ്റമൊക്കെ കണ്ട് നവീൻ വല്ലാതെ അസ്വസ്ഥയാകുവാണ് കേട്ടോ. നവീൻ വല്ലാതെ അസ്വസ്ഥനാകുവാണ്. നവീനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോട് കൂടി റൂമിലിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണയും തങ്കവും ഗോപാലനും സുനന്ദ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഈ സമയം കൃഷ്ണയാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ മനസ്സിൽ മുഴുവൻ നവീനെ കണ്ട ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുവാണ്. അന്നേരം തങ്കം ചോദിക്കണേ, മോളെ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇത്ര നേരമായിട്ട് ഒരു ഒറ്റ പോലും കഴിച്ചില്ലല്ലോ, ഭക്ഷണം എടുത്ത് കഴിക്കുമോളെ. അന്നേരം ഗോപാലന് പറയുന്നുണ്ട്, മോളെ ഇന്ന് രാവിലെ മുഴുവൻ ഈ വെയിലൊക്കെ കൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടതാ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചേ. അന്നേരം കൃഷ്ണ പറയണേ, എനിക്കെന്തോ വിശപ്പ് തോന്നുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞ് ഭക്ഷണം മതിയാക്കി വെച്ച് കൃഷ്ണ അവിടെ നിന്ന് എണീറ്റ് പോകുക. ഈ സമയം ഗോപാലൻ പറയണേ, ഇന്ന് നവീനെ കണ്ട മുതൽ മോളുടെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടു, മോൾക്ക് നല്ല സങ്കടമുണ്ട്. അന്നേരം സങ്കടത്തോടെ തങ്കം പറയണേ, ഇപ്പം മാറി നിന്ന് കരയാനായിരിക്കും എൻ്റെ മോൾ പോയിരിക്കുന്നത്. കരയട്ടെ, കരഞ്ഞു കൃഷ്ണമോളുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും തീർക്കട്ടെ എന്ന് ഗോപാലൻ പറയുക. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അവൾക്ക് നവീനെ മായ്ച്ചു കളയാൻ പറ്റില്ലല്ലോ. അക്കാര്യം കൃഷ്ണമോൾ എന്നോട് തുറന്നും പറഞ്ഞ്. സമയമെടുക്കട്ടെ, പതിയെ പതിയെ അവളുടെ മനസ്സിൽ നിന്ന് നവീൻ മായട്ടെ. അതിനുശേഷം നമുക്ക് കൃഷ്ണയെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. അന്നേരം തങ്കം പറയണേ, അങ്ങനെ എൻ്റെ മോളുടെ മനസ്സിൽ നിന്ന് ഈ കാര്യം പെട്ടെന്നങ്ങ് മാഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇനി എന്താകുമെന്നരുത്, എനിക്കൊരു സമാധാനവും എന്നും പറഞ്ഞ് തങ്കമൊക്കെ അറിയുവാണ്. അത് കാണുമ്പോൾ ഗോപാലൻ പറയണേ, തങ്കം ഇങ്ങനെ വിഷമിക്കാതെ, മോൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് തങ്കമല്ലേ. ആ തങ്കം ഇങ്ങനെ തളർന്നു കഴിഞ്ഞാൽ അവളെ പിന്നെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത്? അങ്ങനെ തങ്കവും ഭക്ഷണം മതിയാക്കി അവിടെ നിന്ന് എണീറ്റ് പോകുവാണ്. ഈ സമയം സുനന്ദ പറയണേ, തങ്കവും തങ്കേച്ചിയും കൃഷ്ണമോളും തങ്കേച്ചിയും രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനി രണ്ടാളും കൂടി അവിടെ മാറി നിന്ന് കരയുമായിരിക്കും. കരയട്ടെ, കരഞ്ഞ് കരഞ്ഞ് രണ്ടുപേരുടെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം തീർക്കട്ടെ. രണ്ടുപേരും
മനസ്സൊന്ന് ശാന്തമാകട്ടെ. പിന്നീട് കാണിക്കുന്നത് റൂമിൽ ടെൻഷനോട് കൂടി ഇരിക്കുന്ന ഗാഥേനെയാണ് കേട്ടോ. നവീൻ്റെ റൂമിൽ നിന്ന് മാറി വേറൊരു റൂമിൽ വന്ന് ഭയന്നിരിക്കുവാണ് ഗാഥ. ഈ സമയം ഗാഥ ഫോണെടുത്ത് സിത്താരയെ വിളിക്കുക. മമ്മി, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഓരോ നിമിഷവും പേടിച്ച് വരച്ച് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിപ്പോൾ നവീൻ്റെ റൂമിൽ പോലും അല്ല, മറ്റൊരു റൂമിൽ വന്നായിരിക്കുന്നത്. എനിക്ക് ഭ്രാന്തെടുക്കുന്ന പോലെ തോന്നുക. അന്നേരം സിത്താര പറയണേ, മോളെ, ഞാൻ കാലത്ത് സുമിത്രയെ വിളിച്ചിരുന്നു. അവരാരും പാമ്പിനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് നിൻ്റെ മനസ്സിലുള്ള ഒരു തോന്നൽ കാരണം നിനക്ക് അങ്ങനെ തോന്നിയതായിരിക്കും. അയ്യോ ഇല്ല മമ്മി, ഞാൻ പറയുന്നത് എന്താ വിശ്വസിക്കാത്തത്? ഞാൻ സത്യമോ കണ്ടത്? ആ പാമ്പിനെ ഞാൻ നേരിട്ടല്ല കണ്ടത്. ഇപ്പോഴും അത് ഇവിടെ എവിടെയോ തന്നെയുണ്ട്. സത്യം പറഞ്ഞാൽ നവീനിൻ്റെ അടുത്ത് വരുമ്പോൾ പോലും എനിക്ക് പേടിയാണ്. ഈ കുടുംബത്തിലെ സർപ്പശാപമൊന്നും തീർന്നിട്ടില്ല. അതിപ്പോഴും ഇവിടെ തന്നെയുണ്ട്. എൻ്റെ ജീവൻ എടുക്കുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ലക്ഷ്യം. അന്നേരം സിത്താര പറഞ്ഞേ, മോളെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കാതെ, ഇനി അഥവാ അവിടെ ഒരു സർപ്പശാപം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഭക്തിയോടുകൂടിയുള്ള പ്രാർത്ഥനയിലൂടെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. കൃഷ്ണ ചെയ്തത് കണ്ടില്ലേ? മരണത്തിന് മുമ്പിൽ ചെന്ന് പെട്ടപ്പോൾ പോലും അവളുടെ ഭക്തിയിലൂടെയല്ലേ അവളുടെ ജീവൻ തന്നെ രക്ഷപ്പെട്ടത്. മോളും അതുപോലെ ഭഗവാനെ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിൻ്റെ മനസ്സിലെ എല്ലാ ഭയങ്ങളും മാറും. അന്നേരം ഗാഥക്കങ്ങ് ദേഷ്യം വരുക. മമ്മി ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തു പറഞ്ഞാലും അവസാനം മമ്മി എത്തിച്ചേരുന്നത് ആ കൃഷ്ണയുടെ കാര്യത്തിലേക്കാണല്ലോ. എന്താ ആ കൃഷ്ണയാണോ എൻ്റെ റോൾ മോഡലും? അവളുടെ ഭയം മാറിയത് ആ ഭക്തി കൊണ്ടാണെങ്കിലേ എനിക്ക് അങ്ങനെ ഒരു ഭക്തി ആവശ്യമില്ല. മോളെ, മമ്മി പറയുന്നതൊന്ന് കേൾക്ക്. മമ്മി ഇനി ഒന്നും പറയണ്ട. എന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഒറ്റപ്പെട്ടതുപോലെയായി. മമ്മി പോലും എന്നെയല്ല മനസ്സിലാക്കുന്നത്. അവളെക്കുറിച്ച്, ആ കൃഷ്ണനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് മമ്മിയുടെ മനസ്സ് മുഴുവൻ. എന്നെക്കുറിച്ച് മമ്മി ചിന്തിക്കുന്നു പോലുമില്ല. കൃഷ്ണൻ അകന്നു പോയതിൻ്റെ സങ്കടം മാത്രമേ മമ്മിക്കുള്ളൂ. മമ്മി ഇനി ഞാൻ വിളിക്കില്ല. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ കോള് കട്ട് ചെയ്ത് ഗാഥ അവിടെ റൂമിലിരുന്ന് കരയുവാണ് കേട്ടോ. ഈ സമയം നവീൻ ഗാഥയുടെ റൂമിലേക്ക് വരുവാണ്. ഗാഥ, എന്തു പറ്റി? റൂം മാറിയിട്ടും തൻ്റെ ടെൻഷനും ഭയവും ഒന്നും മാറിയില്ലേ? എൻ്റെ റൂമിലിരിക്കുന്നത് ആ ടെൻഷനെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും റൂമിലേക്ക് മാറാം. അന്നേരം ഗാഥ പറയണേ, എവിടേക്ക് മാറിയാലും എൻ്റെ ഭയം മാറില്ല. എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാകുവാണ്. ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. എടോ ഗാഥ, താൻ എന്തൊക്കെയാണ് പറയുന്നത്? പ്ലീസ് നവീൻ, എന്നെ ഒറ്റക്കിടുവോ? ലീവ് മീ അലോൺ. ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് തനിച്ചിരുന്നോട്ടെ. ഓക്കെ ഗാഥ, ഞാൻ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. മനസ്സിൽ ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ താൻ കൂടി ഓക്കെ ആവണ്ടേ? താൻ തനിക്ക് ആവശ്യമുള്ളത്രയും ടൈം എടുക്കും. അതെന്താണെന്ന് റിലാക്സ് ആകും, കൂളായിട്ടിരിക്കുക. ഞാൻ ചെല്ലുക. അങ്ങനെ പറഞ്ഞ് നവീൻ റൂമിന് പുറത്തേക്ക് പോകുവാണ്. ഈ സമയം ഗാഥ വീണ്ടും ടെൻഷനിൽ അവിടെ ബെഡിലിരിക്കുവാണ് കേട്ടോ. നവീൻ പോകുന്നതിന് മുമ്പ് വീണ്ടും സംശയത്തോടു കൂടി ഗാഥയെ നോക്കുവാണ്. എന്നിട്ട് സങ്കടത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് നവീൻ പറഞ്ഞേ, പാവം ഗാഥ, സർപ്പദോഷത്തെക്കുറിച്ചും വീട്ടിലെ ആചാരങ്ങളെയും സർപ്പബലിയും അതെല്ലാം നേരിക്കൊണ്ട് അയാളുടെ മനസ്സ് നല്ലപോലെ തളർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പാവം ഈ അവസ്ഥയിലായത്. അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുവാണ് നവീൻ. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ പുറത്തു വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. ഈ സമയം തങ്കം അങ്ങോട്ടേക്ക് വരിക. മോളെന്താ ഇവിടെ ഒന്നിട്ടേക്ക് നിൽക്കുന്നത്? അത് പിന്നെ അമ്മേ, ഞാനിവിടെ നിലാവ് കാണാൻ വന്നതാ. ഓ, അതിന് ഒറ്റയ്ക്ക് വരുമോ? മുമ്പ് മോള് ചെറുതായിരിക്കുമ്പോൾ നിലാവ് കാണാൻ വരുമ്പോൾ അമ്മയും കൂടെ വിളിക്കാറില്ലേ? എന്നിട്ടെന്താ ഇപ്പോൾ വിളിക്കാഞ്ഞത്? അത് പിന്നെ അമ്മ ഉറങ്ങുമല്ലേ, ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. മോൾക്ക് ചെറുതിൽ ഞാൻ സൂര്യനെ പിടിക്കാൻ ശ്രമിച്ച ചില കഥകളൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതൊക്കെ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. അതിൻ്റെ ഒപ്പം ചന്ദ്രനെ പിടിക്കാൻ ശ്രമിച്ച ഒരാളുടെ കാര്യവും കൂടി പറഞ്ഞു. അതോർക്കുന്നുണ്ടോ? കുട്ടിയായിരുന്നപ്പോളേ മോളെ എനിക്ക് ആ ചന്ദ്രനെ പിടിക്കണം എന്ന് പറഞ്ഞ് പുഴയിലേക്ക് എടുത്ത് ചാടി. അന്നേരം കൃഷ്ണ പറയുക, അന്നേരം എൻ്റെ പിന്നാലെ തന്നെ അമ്മയും എടുത്ത് ചാടിയില്ലേ? പിന്നെ ചാടാതിരിക്കുമോ? എൻ്റെ ജീവൻ്റെ ജീവനായ നീ അവിടെ വെള്ളത്തിൽ കിടക്കുമ്പോൾ അതെങ്ങനെയാണ് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്നത്? ഒരു കണക്കിനല്ലേ നിന്നെ അടുത്ത് കരയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം വീണ്ടും അടുത്ത ദിവസവും ഞാൻ എൻ്റെ ചന്ദ്രനെ പിടിക്കാൻ പോകുമെന്നൊക്കെ പറഞ്ഞ് നീ വാശി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടമ്മേ. അന്നേരം വെള്ളത്തിൽ നിന്നെടുത്ത് നിന്നെ ഞാൻ കുറേ അടിച്ചു. പിന്നീട് നീ കരഞ്ഞപ്പോൾ കുറേ മുമ്പ് നിൻ്റെ നെറ്റിയിലും കവിളിലും ഒക്കെ തന്നു. അന്നേരം കൃഷ്ണ പറയണേ, അന്ന് ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ചന്ദ്രനെ വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു. ഇന്നും അതുപോലെ എനിക്കൊരിക്കലും കൊതിക്കാൻ ആഗ്രഹിക്കാനും പാടില്ലാത്ത ഓരോ ആഗ്രഹങ്ങൾ, ഓരോ കാര്യങ്ങൾ വേണമെന്ന് അറിയാതെ മനസ്സ് ചടിച്ചു പോകുവാണ്. എനിക്കറിയാം അതൊന്നും ഒരിക്കലും എൻ്റെ സ്വന്തമാവില്ലെന്ന്. പക്ഷേ എങ്കിലും മനസ്സിൻ്റെ ഉള്ളിലൊരു വിങ്ങലും. അന്നേരം തങ്കം കൃഷ്ണയെ ചേർത്ത് പിടിച്ച് പറയണേ, മോളെ, അന്നൊക്കെ നീ ചന്ദ്രനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിപ്പിച്ചപ്പോൾ അമ്മയല്ലേ മോളുടെ മനസ്സിനെ ആശ്വസിപ്പിച്ചത്, മോളെ ചേർത്ത് പിടിച്ചത്. ആ അമ്മ ഇപ്പോഴും മോളുടെ കൂടെ തന്നെയുണ്ട്. മോളുടെ മനസ്സിൽ സങ്കടം വരുമ്പോൾ അന്നത്തെ പോലെ ചക്കരുമ്മ നിന്ന് എൻ്റെ മോളെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുവാണ്. എന്നിട്ട് കൃഷ്ണയെ ചേർത്ത് പിടിക്കുവാണ് തങ്കം. തങ്കത്തിൻ്റെ ആ സ്നേഹത്തിന് മുമ്പിൽ സങ്കടങ്ങളെല്ലാം മറന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ് കൃഷ്ണയും. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഉദയനെയും കീർത്തിനെയുമാണ്. കീർത്തി പറയണേ, അച്ഛാ, ഇന്നെങ്കിലും ഡിസ്ചാർജായിട്ട് കളരിക്കലേക്ക് തിരിച്ചു പോയില്ലെങ്കിൽ പിന്നെ അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് അന്വേഷിച്ചെത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ആ ഡോക്ടറിനോടാണെങ്കിൽ
വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. ഈ സമയം ഒരു സിസ്റ്റർ അങ്ങോട്ടേക്ക് വരിക. അതെ, കുറച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങാനുണ്ട്, ഇതാ എത്രയും പെട്ടെന്ന് ഇത് പോയി വാങ്ങിച്ചിട്ട് വരണം. പിന്നെ ഇത് ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പിലൊന്നും കിട്ടില്ല, കുറച്ച് ദൂരെയുള്ള ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോകേണ്ടി വരും. ദൂരെയോ എന്ന് വെച്ചാൽ എവിടെ പോകേണ്ടി വരും? ചിറ്റൂര് ആ ഭാഗത്തൊരു വലിയ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, അവിടെ നിന്ന് ആരെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. കുറച്ച് റെയർ ആയിട്ടുള്ള മെഡിസിനാണ്, എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരണം. ഷോ നിങ്ങൾക്കെന്താ ഇവിടെയുള്ള വല്ല മെഡിസിൻസും മറ്റും കൊടുത്താൽ പോരെ? അതെ, നിങ്ങളുടെ ഭാര്യയുടെ സുഖം മാറണമെങ്കിൽ പറഞ്ഞ കാര്യം വേഗം ചെയ്തിട്ട് വാ. അല്ല, ഇതിന് എത്ര രൂപയൊക്കെ ആവും? കുറച്ച് പൈസയൊക്കെ ആകും. അങ്ങനെ പറഞ്ഞ നേഴ്സ് അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം ഉദയം പറയണേ, എന്നാലും ആ ഗാഥയെ ഒതുക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ ഒതുങ്ങുന്ന മട്ടായി പോയല്ലോ മോളെ. ഇനിയിപ്പോൾ ഇതിനൊക്കെ എത്ര രൂപയാകുമോ എന്തോ. എന്താണെങ്കിലും മേടിച്ചല്ലേ പറ്റൂ, അച്ഛൻ പോയി മേടിച്ചിട്ട് വാ. അങ്ങനെ ഉദയൻ മെഡിസിൻ വാങ്ങാനായിട്ട് പുറത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ലോട്ടറി വിൽക്കാനായിട്ട് വന്ന് നിൽക്കുന്ന കൃഷ്ണനെയാണ്. ഈ സമയം ഗോപാലനും കടലയൊക്കെ വാങ്ങിച്ച് അങ്ങോട്ടേക്ക് എത്തുവാണ്. അന്നേരം ഗോപാലിൻ്റെ ഫോണിലേക്ക് രമേശൻ വിളിക്കുക. രമേശ എവിടെയാ? ഞാൻ ദാ ഇവിടെ ചിറ്റൂരിലുണ്ട്. ശരി ശരി ശരി. ഈ സമയം കൃഷ്ണ ചോദിക്കണേ, എന്തു പറ്റി? രമേശനാണോ ഇന്നലെ വിളിച്ച ആൾ? അയാളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ. അന്നേരം ഗോപാലൻ പറഞ്ഞേ, ഈ പലിശക്കാരുടെ കാര്യം അങ്ങനെയാ മോളെ. നമുക്ക് പണത്തിന് ആവശ്യം ഉണ്ടായിട്ട് അവരുടെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ അവർ പണം തരില്ല. ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞ് നീട്ടും. പിന്നീട് ഇരയെ ചൂണ്ട വെച്ച് പിടിക്കുന്ന രീതിയുണ്ടല്ലോ, അതാണ് അവരുടെ രീതി. ഗോപാലമ്മ ആൾ കൊള്ളാലോ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്ഥലം കൊള്ളാം ഗോപാലമ്മ, സിറ്റിയിലെ പോലെയല്ല, അത്ര തിരക്കൊന്നുമില്ല. ആൾക്കാരൊക്കെ പതിയെ പതിയെ നടന്നാ പോകുന്നത്, അതുകൊണ്ട് നമ്മുടെ കച്ചവടം നല്ല രീതിക്ക് നടക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ മുമ്പോട്ട് നടക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് കളരിക്കിലെ സുമിത്ര എന്തോ ഒരു കാഴ്ച കണ്ട് ഞെട്ടലോടുകൂടി അമ്മേ എന്നും പറഞ്ഞ് വിളിച്ചു നിൽക്കുന്ന ആ ഒരു സീനാണ്. അപ്പോൾ ആ ഒരു ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.